നമ്മുടെ വീട്ടിൽ ആരെങ്കിലും ദുർമന്ത്രവാദം ചെയ്തിട്ടുണ്ടോ എന്ന് എങ്ങനെ മനസ്സിലാക്കും? മനുഷ്യർ ജനിക്കുന്നതിന് മുമ്പ് കുസുമ്പും കുന്നായ്മയും ജനിച്ച് അതിനു മുകളിൽ മനുഷ്യൻ പിറക്കുന്നു എന്നതാണ് ഒരു വലിയ നഗ്നസത്യം. മനുഷ്യൻ വലുതായതിനു ശേഷമാണോ ഇത് പ്രകടിപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ അല്ലവേ അല്ല. ചെറിയ കുട്ടികൾ, വളരെ ചെറിയ കുട്ടികളിൽ വരെ നമുക്കിത് കാണാൻ സാധിക്കും. ആരെങ്കിലും കുറച്ച് സമാധാനത്തോടെ ജീവിക്കുകയോ ഒരിച്ചിരി വസതിയോടെ ചുറ്റിത്തിരിയുകയോ എന്തു പറയണം, ഒരു നല്ല ചെരുപ്പ് കാലിലിട്ടിട്ട് വന്നാൽ പോലും മനുഷ്യർ ആ വ്യക്തിയെ എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നും. ഓപ്പണാകെ പറഞ്ഞാൽ അയലത്ത് വീട്ടിൽ ദിവസവും സമയത്ത് ഭക്ഷണം കഴിക്കുന്നത് കണ്ടാലേ അത് എങ്ങനെ നിർത്താം, അവർ ഭക്ഷണം കഴിക്കാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യാം എന്നാലോചിക്കുന്ന ഒരു സമൂഹം ഉണ്ട്. ഇത് ഒരു വിഭാഗത്തിൽപ്പെട്ട ജനങ്ങൾ മാത്രമേ ചെയ്യാറുള്ളൂ എന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ മനുഷ്യനായിട്ട് ജനിച്ചാലേ ഇങ്ങനെയുള്ള മന്ത്രവാദങ്ങളിൽ നിന്നും താന്ത്രികത്തിൽ നിന്നും രക്ഷപ്പെടാൻ വളരെ പ്രയാസമാണ്. ഭൂരിഭാഗം പേരും എത്രയൊക്കെ ദേവാലയങ്ങളിൽ പോയി മണിക്കൂറുകൾ ചെലവഴിച്ചാലും അവിടെ നിന്നിറങ്ങുമ്പോൾ മറ്റുള്ളവരെ എങ്ങനെ നിർമൂലം ചെയ്യാം എന്ന് ചിന്തിക്കുന്നവരാണ്. മനുഷ്യരിൽ അധിക പങ്കും മുഖമൂടികളാണെന്ന് മനസ്സിലാക്കി ജീവിച്ചാൽ ഒരുവിധം തടി തപ്പാം. ഒരു വീട്ടിൽ മന്ത്രവാദം ചെയ്താൽ അവർക്ക് രക്ഷപ്പെടാൻ വലിയ വഴികളൊന്നും തന്നെ പിന്നെ കാണാറില്ല. ചില പേർ വീമ്പിന് പറഞ്ഞു നടക്കും, എനിക്ക് ആരെന്ത് ചെയ്താലും ഒന്നും ഫലിക്കില്ല, ദൈവം എൻ്റെ കൂടെ ഉണ്ടെന്ന്. അവിടാണ് നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത്. മന്ത്രം ചെയ്യുന്നവർ എന്ന് വെച്ചാൽ ഏതെങ്കിലും മന്ത്രവാദികൾ ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യണമെന്ന് ഉദ്ദേശിച്ചാൽ, എന്തെങ്കിലും മാരകമായിട്ട് ചെയ്യണമെന്ന് തോന്നിയാൽ ആദ്യം ചെയ്യുന്നത് ആർക്കാണോ ഈ മന്ത്രം നമ്മൾ ചെയ്യാൻ പോകുന്നത് അവരുടെ വീട്ടിൽ ദൈവകടാക്ഷം, ദൈവ സാന്നിധ്യം തടയുക എന്നതാണ് ആദ്യം ചെയ്യുന്നത്. പിന്നെ ആ വീട്ടിൽ ദൈവം വരില്ല, ഇരിക്കുന്ന ദൈവിക ശക്തിയും ഓടിപ്പോകും. അതിനുശേഷം എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്യും. പിന്നെ ദൈവം രക്ഷിക്കുമെന്ന് പറയുന്നത് കൊണ്ട് എന്തർത്ഥം? ചില പേർക്ക് ഇതിലൊന്നും ഒരു വിശ്വാസവും ഇല്ലാത്തത് മാത്രമല്ല, അതിനെക്കുറിച്ച് ചിന്തിക്കുക പോലുമില്ല. എന്തായാലും നമ്മളുടെ വീട്ടിൽ ആരെങ്കിലും എന്തെങ്കിലും ദുർമന്ത്രവാദം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മളെങ്ങനെ മനസ്സിലാക്കുമെന്ന് നോക്കാം. ഓലച്ചുവടി നിങ്ങളെ ഏവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ദൈവത്തിൽ വിശ്വസിച്ചില്ലെങ്കിലും ദുർമന്ത്രവാദവും മറ്റും ഉണ്ടെന്ന് വിശ്വസിച്ചാലേ കുറച്ചൊക്കെ ഈ കാലത്ത് നമുക്ക് രക്ഷപ്പെട്ട് ജീവിക്കാൻ പറ്റും. നമ്മുടെ വീട്ടിൽ ദുർമന്ത്രങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ആ വീട്ടിലുള്ളവർ രാത്രി ഉറക്കത്തിൽ നമ്മളെ പേടിപ്പിക്കുന്ന സ്വപ്നങ്ങൾ കാണാറുണ്ട്. ആ സ്വപ്നം നമ്മളെ പേടിപ്പിക്കുന്ന രീതിയിലുള്ളതായിരിക്കും. അതുമാത്രമല്ല, നമ്മളുടെ സ്വപ്നത്തിനെയും താണ്ടി എന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ നടക്കുന്നത് പോലെ ഇരിക്കും. എന്തെന്ന് വെച്ചാൽ, ചില സമയം ഉറക്കത്തിൽ നമ്മളെ ഏതെങ്കിലും കറുത്ത മനുഷ്യരെ പോലെയുള്ള ശക്തികൾ, അല്ലെങ്കിൽ കുറച്ച് വ്യത്യസ്തമായ, ചിലപ്പോൾ കാലുകളില്ലാത്ത രൂപങ്ങൾ നമ്മളെ കഴുത്തിന് പിടിച്ചോ കാലിൽ പിടിച്ചോ വലിച്ചിഴച്ചു കൊണ്ടുപോകുന്നത് പോലെ കാണും. നമ്മളത് നടക്കുമ്പോൾ വാവിട്ട് അലറാൻ ശ്രമിച്ചാലും നമുക്ക് ഒന്ന് ശബ്ദിക്കാൻ പോലും പറ്റില്ല. നാക്ക് സ്തംഭിച്ചതുപോലെ തോന്നും. വായിൽ നിന്ന് ഒരു ശബ്ദം പോലും പുറത്തു വരികയില്ല. അത് ഒരു ഭയങ്കര കഷ്ടപ്പെടുന്ന സംഭവം തന്നെയാണ്. അനുഭവിച്ചവർക്ക് അതിനെക്കുറിച്ച് നല്ല രീതിയിൽ അറിയാം. എല്ലാം തീർന്ന് നമുക്കത് സത്യത്തിൽ അപ്പോൾ സംഭവിച്ചതുപോലെ തന്നെ തോന്നും. ശരീരമാസകലം വേദനിക്കും, വിയർത്ത് കുളിച്ചു കിടക്കും. ഇങ്ങനെ നിങ്ങൾക്ക് അനുഭവം ഉണ്ടായാൽ തീർച്ചയായും നിങ്ങൾക്കാരോ ദുർമന്ത്രം ചെയ്തിട്ടുണ്ടെന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. ചില ആൾക്കാർ പറയും, അതൊന്നുമില്ല, മനസ്സിലെന്തെങ്കിലും ടെൻഷനോ ആരോടും പറയാൻ പറ്റാത്ത മനസ്സ് വിഷമമോ ഉണ്ടായിരുന്നത് കൊണ്ടായിരിക്കാം ഇതുപോലെ കാണുന്നത് എന്ന്. അത് സത്യമല്ല. ഒരു മനുഷ്യൻ ഈ പറഞ്ഞ രീതിയിൽ ടെൻഷനോ
മറ്റുള്ളവരോട് പറയാൻ മടിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായും അതിന് ഒരു രീതിയിൽ സംഭവിക്കും. പക്ഷെ അതിങ്ങനെയല്ല. അത് നമ്മൾ ഉറങ്ങാൻ കിടന്ന് ഉടനെ തന്നെ നമ്മൾ പടുകുഴിയിലേക്ക് വീഴുന്നത് പോലെയോ, ഇല്ലെങ്കിൽ നമ്മളെ വണ്ടി ഇടിക്കുന്നത് പോലെയോ, അല്ലെങ്കിൽ കിണറ്റിൽ വീഴുന്നത് പോലെയോ, അല്ലെങ്കിൽ വലിയ ഗർത്തത്തിൽ കാല് വഴുതി വീഴുന്നത് പോലെയോ ഒക്കെ നമ്മളെ തോന്നിപ്പിക്കും. അത് വീഴുന്ന സമയത്ത് നമ്മൾ ഞെട്ടി ഉണരുകയും പേടിക്കുകയും ചെയ്യും. ആ വീഴുന്നത് മാതിരി നമ്മൾ കാണുന്ന സമയത്ത് അത് കിടന്ന് ഉടനെ ഒരു 10 മിനിറ്റിനകത്തോ അല്ലെങ്കിൽ ഒരു 15 മിനിറ്റിനുള്ളിൽ നമ്മൾ അതുപോലുള്ള സീൻ കാണാറുണ്ട്. അത് ഒത്തിരി പേര് നിങ്ങളും കണ്ടിട്ടുണ്ടാവും. അതും തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കാൻ പാടില്ല. ഇതെന്ന് പറയുന്നത് നമ്മൾ നല്ല ഉറക്കത്തിൽ, നല്ല ഡീപ്പ് സ്ലീപ്പിലാണ് നമ്മളിതൊക്കെ കാണാറുള്ളത്. ദുർമന്ത്രവാദം ചെയ്താൽ അങ്ങനെയല്ല, നമ്മൾ നല്ല ഉറക്കത്തിലായിരിക്കുമ്പോഴാണ് ഇതെല്ലാം സംഭവിക്കുക. ഇത് നിശ്ചയം. അടുത്തത്, നമ്മളുടെ വീട്ടിലിരിക്കുന്ന സാധനങ്ങൾ, മുഖ്യമായിട്ട് കണ്ണാടി സാധനങ്ങൾ, കാരണമൊന്നും തന്നെ ഇല്ലാഞ്ഞിട്ടും അത് വീണുടയും. നമ്മുടെ വീട്ടിലുള്ള കണ്ണാടി, ചുമരിൽ തൂക്കിയിട്ടിരിക്കുന്ന ക്ലോക്ക്, അതുപോലുള്ള സാധനങ്ങൾ ഉടയുന്നത് വീട്ടിൽ ദുഷ്ടശക്തികളുണ്ടെന്ന് കാണിച്ചു തരുന്നതാണ്. അതുമാത്രമല്ല, നമ്മുടെ വീട്ടിലെ നമ്മൾ ഭിത്തിയിൽ തൂക്കിയിട്ടിരിക്കുന്ന ക്ലോക്ക് അത് നല്ല രീതിയിൽ ഓടിക്കൊണ്ടിരിക്കും, പെട്ടെന്ന് അത് നിൽക്കും, ഓടത്തില്ല. ചില വീട്ടിൽ അത് പിന്നെ ശരിയാക്കാൻ നോക്കിയാലും ശരിയാകുകയില്ല. മാത്രമല്ല, നമ്മളുടെ വീട്ടിലുള്ള ഇലക്ട്രോണിക് സാധനങ്ങൾ നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും, പെട്ടെന്ന് അത് റിപ്പയർ ആവും. അതെങ്ങനെ സംഭവിക്കുന്നതെന്നാൽ, ഒന്നിലധികം സാധനങ്ങൾ, ഒന്നിലധികം പൊരുളുകൾ പെട്ടെന്ന് റിപ്പയർ ആവുകയും പ്രവർത്തനരഹിതമാവുകയൊക്കെ ആകാറുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ വീട്ടിൽ ദുഷ്ടശക്തികൾ ഇരിക്കുന്നതായിട്ട് നമ്മൾ മനസ്സിലാക്കണം. അടുത്തതായിട്ട്, നമ്മുടെ വീട്ടിൽ നമ്മൾ ബാത്റൂം, ടോയ്ലറ്റ് എല്ലാം നല്ല വൃത്തി ആയിട്ടായിരിക്കും വെച്ചിരിക്കുന്നത്. എന്ന് വേണ്ട, വാഷ് ബേസിൻ, കിച്ചൺ എല്ലാം ശുദ്ധമായിട്ടായിരിക്കും വെച്ചിരിക്കുന്നത്. പക്ഷെ പെട്ടെന്ന് നമ്മുടെ വീട്ടിൽ ദുർഗന്ധം വരാൻ തുടങ്ങും. അതിനെ ഇല്ലാതാക്കാൻ നമ്മൾ എന്തൊക്കെ ചെയ്താലും ആ ദുർഗന്ധം അങ്ങനെ തന്നെ നിൽക്കും. എത്ര റൂം ഫ്രഷർ അടിച്ചാലും, റൂമിൽ മണം വരുന്ന എന്തൊക്കെ സാധനങ്ങൾ നിങ്ങൾ ഉപയോഗിച്ചാലും ആ നാറ്റം പോകില്ല. അങ്ങനെ സംഭവിച്ചാൽ, നമ്മൾ എന്തൊക്കെ ചെയ്താലും നമ്മുടെ വീട്ടിനകത്ത് ഒരു ബാഡ് സ്മെല്ലുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളുടെ വീട്ടിൽ ദുഷ്ടശക്തികളുണ്ടെന്ന്. കാരണമില്ലാതെ വീട്ടിലുള്ളവർ തമ്മിൽ അപ്പോൾ വാഗ്വാദങ്ങളും വഴക്കുകളും വന്നുകൊണ്ടിരുന്നാൽ തീർച്ചയായും നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ ദുർമന്ത്രങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിന് ഏതെങ്കിലും ഒരു കാരണത്തോടെ ആയിരിക്കും ആൾക്കാർ ചെയ്യുന്നത്. ഒന്നെങ്കിൽ നമ്മളെ പിണക്കണമെന്നോ, ഇല്ലെങ്കിൽ പിരിക്കണമെന്നോ, ഇല്ലെങ്കിൽ നമ്മളെ രോഗിയാക്കണമെന്നോ, ഇല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും നാശം, നമ്മളെ കൊല്ലണമെന്നോ ഒക്കെ വിചാരിച്ചായിരിക്കും ഇത് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ തുടക്കത്തിൽ ഇങ്ങനെയൊക്കെയുള്ള കാരണങ്ങളാണ്. നമ്മൾ വീട്ടിലുള്ളവരുമായിട്ടുള്ള വഴക്കുകൾ ഇടുക, പിന്നെ അവരുമായിട്ട് സ്വരച്ചേർച്ചയില്ലാതൊക്കെ ഇരിക്കുക. അങ്ങനെയാണ് ആ ദുഷ്ടശക്തികൾ പ്രവർത്തിക്കാൻ ആരംഭിക്കുന്നത്. അതുമാത്രമല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖങ്ങൾ അപ്പോൾ വന്നുകൊണ്ടിരിക്കും. എന്നാൽ നിങ്ങൾ ആശുപത്രിയിൽ പോയി ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു അസുഖവുമില്ല എന്ന് പറയുകയും, പക്ഷേ നിങ്ങൾ ഒരു സുഖവുമില്ലാത്തതുപോലെ തുടരുകയും ചെയ്താൽ, എന്ന് വെച്ചാൽ ഒരേ അസുഖം വീണ്ടും വീണ്ടും വരും. ആശുപത്രിയിൽ ചെല്ലുമ്പം ഡോക്ടർ പറയും ഒന്നുമില്ല, നിങ്ങൾ നല്ല രീതിയിലായിട്ടാണ് ഇരിക്കുന്നതെന്ന് പറയും. നമുക്ക് ഡോക്ടറിന് സംശയമായി നമ്മൾ വേറെ ഹോസ്പിറ്റലിൽ പോയാലും ആ ഡോക്ടറും നമുക്കൊന്നുമില്ലെന്ന് പറയും. എന്ന് വെച്ചാൽ അസുഖം നമ്മളെ പിന്തുടർന്നിട്ടേ ഇരിക്കും, അസുഖം പോലെ. എന്നാൽ നമ്മൾ ഡോക്ടറിൻ്റെ അടുത്ത് പോകുമ്പോൾ ഒന്നുമില്ല എന്ന് പറയും. അങ്ങനെ തുടർച്ചയായിട്ട് നമുക്ക് അസുഖങ്ങൾ പോലെ തോന്നുകയും ഡോക്ടറിൻ്റെ അടുത്ത് പോകുമ്പോൾ അത് ഒന്നുമില്ലെന്ന് പറയുകയും ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വീട്ടിൽ ദുഷ്ടശക്തികളുണ്ട്, നിങ്ങൾക്കാരോ ദുർമന്ത്രവാദം ചെയ്തു എന്ന് മനസ്സിലാക്കണം. ഈ കാലത്ത് നിറയെ പേർ ചെയ്യുന്ന കാര്യം, അതും വളരെ മോശമായിട്ടുള്ള കാര്യം എന്തെന്ന് വെച്ചാൽ, നല്ല സ്നേഹമായിട്ടിരിക്കുന്ന ഭാര്യാഭർത്താക്കന്മാരെ പിരിക്കുക എന്നതാണ്. പരസ്പര സ്നേഹത്തോടെ ജീവിക്കുന്ന ദമ്പതികളെ പിരിച്ചു വയ്ക്കുന്നത് അവർക്കൊരു സന്തോഷം. അതിനുവേണ്ടി അവർ എത്ര പണം വേണമെങ്കിലും ചെലവ് ചെയ്യാൻ പോലും തയ്യാറാണ്. നിങ്ങൾ വളരെ ശ്രദ്ധയോടെ ജീവിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ
മഹത്തായ കാര്യം. മറ്റുള്ളവരുടെ തൊഴിൽ വ്യാപാരം തകർക്കുക, അവരെ പിച്ചച്ചട്ടിയടിപ്പിക്കുക, അത് കണ്ട് സന്തോഷിക്കുക എന്നിവ ചിലർക്ക് വെറും തമാശയാണ്. പ്രത്യേകിച്ച് നിങ്ങളുടെ വീട്ടിൽ ദുഷ്ടശക്തികൾ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ പൂജാമുറിയിൽ ദുർഗന്ധവും ഒരു പ്രത്യേക ഇരുട്ടും ഉണ്ടാകുന്നത് പോലെ തോന്നും. അങ്ങനാണ് ആരംഭിക്കുക. പിന്നെ അവിടെ ദീപം തെളിയിക്കുന്നത് നിന്നു പോകാൻ തുടങ്ങും. അതുമാത്രമല്ല, നിങ്ങൾ പൂജിക്കുന്ന ദൈവങ്ങളുടെ പടങ്ങൾ പെട്ടെന്ന് ചിതലരിക്കുന്നതിനും വീണുടയുന്നതിനും ഒക്കെ കാരണമാവും. എത്ര വാസനദ്രവ്യങ്ങളും വാസനയുള്ള പുഷ്പങ്ങളും ചാർത്തിയാലും പഴയതുപോലെ സൗരഭ്യമോ പ്രകാശമോ പൂജാ റൂമിൽ ഉണ്ടാകില്ല. നമ്മുടെ വീട്ടിലുള്ളവരുടെ വസ്ത്രത്തിൽ അടിക്കടി തീ പിടിക്കുക എന്നുള്ളത് ഒരു സ്ഥിരം കാഴ്ചയായി മാറുകയാണെങ്കിൽ, ഇപ്പം നമുക്കേതോ ഒരു പ്രാവശ്യം നമ്മൾ അടുക്കളയിൽ നിൽക്കുമ്പോഴോ അല്ലെങ്കിൽ വെളിയിൽ എന്തെങ്കിലും തീയുടെ അടുത്ത് പോകുമ്പോഴോ നമ്മുടെ വസ്ത്രത്തിൽ തീ പിടിക്കുകയാണെങ്കിൽ ഒന്നും കുഴപ്പമില്ല. അതുതന്നെ നമ്മൾ തുടർച്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്, അതും ഒരേ വ്യക്തിക്ക് തുടർച്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ദുഷ്ടശക്തികൾ ഇരിക്കുന്നു എന്നുള്ള സൂചന തന്നെയാണ്. വീട്ടിൽ ദുർശക്തികൾ വാസം ചെയ്തു തുടങ്ങിയാൽ നമ്മുടെ വീട്ടിലുള്ള ചില ചെടികൾ പട്ടുപോകും. അതിൽ മുഖ്യമായിട്ടുള്ള ഒന്നാണ് തുളസി. തുളസി ചെടി അത്ഭുതമായ ഒരു ചെടിയാണ്. സയൻസ് പരമായി വിശകലനം ചെയ്യുമ്പോൾ ഒരുപാട് ഗുണങ്ങൾ ഈ ചെടിക്കുണ്ട്. മാത്രമല്ല, അതിൽ ദൈവത്തിൻ്റെ സാമീപ്യം കൂടുതലാണ്. ആയതുകൊണ്ട് ദുഷ്ടശക്തികളിരിക്കും വീട്ടിൽ തുളസി ചെടികൾ പട്ടുപോകും. ഈ സൂചന നിങ്ങൾ കണ്ടാൽ ഉടനെ അലേർട്ടാകണം. നിങ്ങൾ വെള്ളമൊഴിക്കാതെ അതിനെ കാണിക്കാതെ ഇരുന്നത് പട്ടുപോയാൽ കുഴപ്പമില്ല. നിങ്ങൾ നല്ലവണ്ണം നോക്കിയും ദിവസവും അതിൻ്റെ ചുവട്ടിൽ വെള്ളം ഒഴിക്കുകയും ഒക്കെ ചെയ്തും ചെടി പട്ടുപോയാൽ തീർച്ചയായും അതുതന്നെ. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ സ്വപ്നത്തിൽ അല്ലെങ്കിൽ ഉറക്കത്തിൽ നിങ്ങളുടെ കഴുത്തിലോ കാലിനോ പിടിച്ച് വലിച്ചിട്ട് പോകുന്നത് പോലെ കാണുമെന്ന് പറഞ്ഞില്ലേ? ആ രൂപം ചിലപ്പോൾ മനുഷ്യൻ്റെ തലയും താഴോട്ട് നോക്കിയാൽ ഒരു കോരുവല പോലെ തൂങ്ങിക്കിടക്കുകയും ചെയ്യാറുണ്ട്. ചിലപ്പോൾ മനുഷ്യൻ്റെ തല പോലെ ഇരിക്കാറുമില്ല. അതിന് കാരണം ഒരു വിഭാഗത്തിലുള്ള മന്ത്രവാദികൾ അവർ മന്ത്രശക്തി ആർജിക്കുമ്പോൾ അവരെ കൊണ്ട് കഴിയുന്ന വിധത്തിൽ ഒരു പ്രത്യേകതരം മരപ്പലകയിൽ ഒരു പ്രത്യേകതരം മഷി കൊണ്ട് ഒരു രൂപം വരയ്ക്കുകയോ അല്ലെങ്കിൽ ആ മരത്തിൽ ബൊമ്മ മാതിരി ഒരു രൂപം ചെയ്യുകയോ ചെയ്ത് പല മാസങ്ങൾ അല്ലെങ്കിൽ വർഷങ്ങൾ തന്നെ എടുത്തെന്ന് വരാം. മന്ത്രങ്ങൾ ഉരുവിട്ട് അതിന് ശക്തി കൊടുത്ത് ആ രൂപം അവർ പറയുന്നത് പോലെ ചെയ്യുന്ന അളവിന് കൊണ്ടുവരാറുണ്ട്. അതുകൊണ്ടാണ് ചില സമയം നമ്മൾ കാണുന്ന രൂപത്തിന് നമ്മളെപ്പോലെ ഒരു ഷേപ്പും നമ്മളെപ്പോലെ ആകൃതിയൊക്കെ ഇല്ലാത്തത്. ആ സമയം ആ മന്ത്രവാദി എന്താണോ വരച്ചത് അതാണ് ആ ശക്തിയുടെ ആകാരം, എന്ന് വെച്ചാൽ ആകൃതി. മന്ത്രതന്ത്രങ്ങൾ ഇല്ലെന്ന് പറയുന്നവർ വേണം കൂടുതൽ ശ്രദ്ധിക്കാൻ. കാരണം മന്ത്രവാദം ഉണ്ടെന്ന് പറയുന്നവർ ചില സൂചനകൾ കണ്ട് മനസ്സിലാക്കുകയും അതിന് പ്രതിവിധി ചെയ്ത് രക്ഷപ്പെടുകയും ചെയ്യും. ഇത് ഇല്ല എന്ന് പറയുന്നവർ എല്ലാം കണ്ടിട്ടും കാണാത്തതുപോലെ നടന്ന് അനുഭവിച്ച് തീരും. അതുമാത്രമല്ല, നമ്മുടെ വീട്ടിൽ നമ്മളുടെ ജീവിതത്തിന് ഭംഗം വരുത്തുന്ന രീതിയിൽ എന്തെങ്കിലും ശക്തി കുടിയേറിയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ വീട്ടിൽ നമ്മുടെ കൺമുന്നിൽ കാണിച്ചു തരുന്ന 4 ജീവികളുണ്ട്. ഒന്ന് നായ, രണ്ടാമത്തത് പൂച്ച, മൂന്നാമത്തത് വവ്വാൽ, 4 മൂങ്ങ. ഈ പറയുന്ന ജീവികൾ ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ദുഷ്ടശക്തികൾ ഉണ്ട്, നമുക്ക് എന്തെങ്കിലും വലിയ ദോഷം സംഭവിക്കാൻ പോകുന്നുണ്ടെങ്കിൽ അടിക്കടി നമ്മുടെ വീട്ടിൽ വവ്വാൽ വരികയും നമ്മുടെ വീട്ടിനകത്ത് ചുറ്റിക്കറങ്ങിയിട്ട് വെളിയിൽ പോവുകയും ചെയ്യും. അതുമാത്രമല്ല, നമ്മുടെ വീട്ടിൻ്റെ ഏതെങ്കിലും ഒരു മൂലയിൽ അത് കുറിപ്പിട്ട് ഒരു മൂലയിൽ അത് വന്ന് കൂട് വയ്ക്കുകയോ അവിടെ തൂങ്ങിക്കിടക്കുകയോ ഒക്കെ ചെയ്യാറുണ്ട്. അങ്ങനെ ഈ വവ്വാൽ ദിവസവും വന്ന് നമ്മുടെ വീട്ടിൽ കയറി ഇറങ്ങി പോവുകയോ നമ്മുടെ വീട്ടിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ അത് താമസം ഉറപ്പിക്കുകയോ ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്താണ് മനസ്സിലാക്കേണ്ടത് എന്ന് വെച്ചാൽ,
നിങ്ങളുടെ വീട്ടിൽ ആരോ എന്തോ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഏതോ വലിയ പാതകമായിട്ട് സംഭവിക്കാൻ പോകുന്നു എന്നാണ്. അതുമാത്രമല്ല, ഇന്നൊന്ന് നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഇതുപോലുള്ള ദുർമന്ത്രവാദങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൻ്റെ അരികിൽ, നമ്മുടെ വീട്ടിൻ്റെ കോമ്പൗണ്ടിലോ അല്ലെങ്കിൽ വീട്ടിൻ്റെ മുകളിലോ ദിവസവും രാത്രി കാലങ്ങളിൽ മൂങ്ങ വന്ന് ഒരു പ്രത്യേകതരം സൗണ്ട് ഉണ്ടാക്കാറുണ്ട്. അത് സാധാരണ മൂങ്ങ, വവ്വാൽ എന്നീ പക്ഷികൾ സാധാരണ ഒരു വീട്ടിൽ പോകാറില്ല. ദുഷ്ടശക്തികളിരിക്കുന്ന സ്ഥലത്തേ അത് പോകാറുള്ളൂ. അപ്പോൾ ഈ മൂങ്ങ വന്ന് ദിവസവും നമ്മുടെ വീട്ടിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിലോ അല്ലെങ്കിൽ വീട്ടിൻ്റെ മുകളിലോ ഇരുന്നിട്ട് അതൊരു പ്രത്യേകതരം സൗണ്ട് വിടാറുണ്ട്. അങ്ങനെ വിട്ടാൽ നമ്മൾ ഉടനെ തന്നെ ശ്രദ്ധിക്കണം, നമ്മുടെ വീട്ടിൽ എന്തോ സംഭവിക്കാൻ പോകുന്നു. നിങ്ങളെക്കൊണ്ട് പറ്റുമെങ്കിൽ അതിന് പ്രതിവിധികൾ ചെയ്യുക. അതല്ല, അടുത്തത് വന്ന് പൂച്ചയാണ്. അതിലും കറുത്ത പൂച്ച എന്ന് പറയും. അത് നമുക്ക് തോന്നും നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ചില സമയങ്ങളിൽ നമ്മൾ വളർത്തുന്നതൊന്നും ആയിരിക്കത്തില്ല, അടുത്ത വീട്ടിലോ അല്ലെങ്കിൽ അയൽപ്പക്കത്തിലോ എവിടെയും ഇല്ലാത്ത ഒരു പൂച്ച, അത് നല്ല കറുത്ത നിറത്തിലുള്ള ഒരു പൂച്ച പെട്ടെന്ന് നമ്മളുടെ വീട്ടിൽ വരികയും അത് പിന്നെ നമ്മുടെ വീട് വിട്ട് പോകാതിരിക്കുകയും ചെയ്യും. അപ്പോൾ നിങ്ങളതിനെ നോക്കുമ്പോഴത്തേക്ക് അതിനോടൊരു സ്നേഹം തോന്നുകയും അതിന് ആഹാര പദാർത്ഥങ്ങൾ കൊടുക്കുകയും അത് വീണ്ടും നിങ്ങളുടെ വീട്ടിൽ തന്നെ കിടക്കുകയൊക്കെ ചെയ്യുന്നൊരു സംഭവങ്ങളുണ്ട്. അങ്ങനെ ഒരു പൂച്ച വന്നു കഴിഞ്ഞാൽ നിങ്ങളതിനെ ഉടനെ തന്നെ അടിച്ചു വിരട്ടണമെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അത് നിങ്ങളുടെ വീട്ടിൽ വരുമ്പോൾ നിങ്ങൾ എന്താണ് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങളുടെ വീട്ടിൽ എന്തോ സംഭവിക്കാൻ പോകുന്നു, ആരോ മാരകമായിട്ട് എന്തോ ഒന്ന് ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കണം. അതുമാത്രമല്ല, അതേപോലെ കറുത്ത പട്ടികൾ ഇതുപോലെ നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും ആരെങ്കിലും ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ ഒരാഴ്ചയ്ക്കുള്ളിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വീട്ടിൽ ഇതേപോലെ, നിങ്ങളുടെ വീട്ടിലോ അല്ലെങ്കിൽ വീട്ടിൻ്റെ മുൻവശമോ അല്ലെങ്കിൽ അടുത്ത് റോഡുണ്ടെങ്കിൽ ആ റോഡിലോ ഇങ്ങനെ കറുത്ത പട്ടികൾ വന്ന് എപ്പോഴും നിങ്ങളുടെ വീട്ടിലോട്ട് ഇങ്ങനെ തുറിച്ച് നോക്കിയിട്ട് അവിടെ കിടക്കുന്നതായിട്ട് കാണും. അങ്ങനെ നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ അതിനെ നിങ്ങൾ ചില സമയത്ത് നിങ്ങൾ എത്രയൊക്കെ അതിനെ അടിച്ച് വെട്ടി കുത്തിയൊക്കെ ചെയ്താലും തീർച്ചയായിട്ടും അത് നിങ്ങളുടെ വീട്ടിൻ്റെ മുമ്പ് നിന്ന് പോകാൻ അതിന് ആഗ്രഹം ഉണ്ടാവത്തില്ല. അത് ഓടി കുറേ നേരം കഴിഞ്ഞ് വീണ്ടും അവിടെ വന്ന് കിടക്കും. അപ്പം നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളുടെ വീട്ടിൽ ഏതോ ഒന്ന് അമാനുഷികമായിട്ട് നടന്നിട്ടിരിക്കുന്നു. ദുഷ്ടശക്തികൾ ഏതോ ഒന്ന് നമ്മുടെ വീട്ടിൽ, നിങ്ങളുടെ വീട്ടിൽ പ്രവേശിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കണം. ഇങ്ങനെ നമ്മുടെ പ്രകൃതിയിലുള്ള ജീവജാലങ്ങൾക്ക്, എല്ലാ ജീവജാലങ്ങൾക്കും ഒരു പ്രത്യേക ശക്തികളുണ്ട്. ലോകത്തുള്ള എല്ലാത്തരം ജീവികളും ഉണ്ട്, അതിന് ഓരോ ശക്തികളുണ്ട്. ആ ശക്തിയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് വരാൻ പോകുന്ന വലിയ വലിയ കാര്യങ്ങൾ, നല്ലതും ചീത്തയുമായിട്ടുള്ള വലിയ വലിയ കാര്യങ്ങൾ ഈ ജീവികൾ കാണിച്ചു തരും. അത് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ആ ജീവികളിൽ നിന്നും നമ്മളുടെ ജീവിതത്തിന് ഉപകാരപ്രദമായിട്ടുള്ള പല കാര്യങ്ങളും നടക്കും. പിന്നെ ഒരു വലിയ കാര്യം എന്ന് പറയുന്നത്, ഈ മന്ത്രവാദം ചെയ്യുന്നവർ, ബുദ്ധി ഉള്ള ഒരു മന്ത്രവാദിയും എത്രയൊക്കെ സാഹചര്യങ്ങൾ ഉണ്ടായാലും ഒരു മനുഷ്യനെ ദ്രോഹിക്കാനുള്ള രീതിയിലുള്ള ഒന്നും ചെയ്യരുത് എന്നുള്ളതാണ് ഒരു മഹത്തായ സത്യം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഓലച്ചുവടി. നന്ദി.